സ്വന്തം അമ്മയുടെ അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അതുകൊണ്ടാണല്ലോടാ മൈര നീ ഇങ്ങനെ വന്ന് മൊബൈലും തൊലിച്ചു വെച്ചിരുന്ന് പറയുന്നേ. എടാ മൈരെ, ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്രമല്ലടാ, കള്ള മൈരെ, കാട്ട് മൈരെ. എന്നെ മൈര എന്ന് വിളിക്കുമ്പോ എനിക്ക് തിരിച്ച് മൈര എന്ന് വിളിക്കാം, ഒരു കുഴപ്പമില്ല. അത് വിളിക്കേണ്ടത് തന്നെ. അയാൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളോട് ഉത്തരം പറയുമ്പോ എന്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ ഞാൻ മഹത് വ്യക്തിയായിട്ടൊന്നും കാര്യമില്ല മോളെ, അത് നീ മനസ്സിലാക്കുക. ഞാൻ ലോകത്തിലുള്ള ചുറ്റുമുള്ള ആളുകളോടല്ല ഞാൻ ഈ വർത്താനം പറയുന്നത്. എന്നെ മറ്റേത് പറയുമ്പോ എനിക്ക് തേർഡ് റേറ്റ് ആയിക്കോട്ടെ ഫോർത്ത് റേറ്റ് ആയിക്കോട്ടെ എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഞാൻ അയാളുടെ ലെവലിലോട്ട് പോവുകയോ അയാളുടെ ലൈഫിൽ കയറിയിട്ട് കൊണയടിക്കുകയോ അല്ല ചെയ്യുന്നത്. ഞാൻ ഇയാൾ എന്തൊക്കെ കൊണ പറയുമ്പോഴത്തേക്കും ഒരു കൊണയെ എന്തൊക്കെ പറയണ്ട മൈരെ എന്ന് ഞാൻ അങ്ങോട്ട് പറയുകയാണ്. അതിനകത്ത് വേറെ വിഷയമുള്ള കാര്യമൊന്നുമല്ല. പച്ച വീട് പ്രശ്നേഷ് നമ്മുടെ വിക്കിത്തൊക്കെ ഓക്കെ. ഞാൻ ഈ അടുത്ത സമയത്ത് വിക്കിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചില കാര്യങ്ങളൊക്കെ പറയേണ്ടടുത്ത് പുള്ളി പറയുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് എറണാകുളത്ത് കുറച്ച് പെൺകുട്ടികളും കുറച്ച് ആൺകുട്ടികളൊക്കെ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അപ്പോൾ കുറേ ഒരു മീഡിയക്കാരൻ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ താഴെ വന്നിട്ട് ആ മീഡിയക്കാരൻ ഒരുപാട് തെറിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഈ വിക്കി. ഓക്കെ, ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് ചിലപ്പോൾ വിക്കിക്ക് സപ്പോർട്ട് ചെയ്യായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പെങ്ങന്മാരോ അല്ലെങ്കിൽ അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാവുന്നവർക്ക് അത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പെൺകുട്ടികളെയൊക്കെ പഠിക്കാൻ വിടുകയൊക്കെ ചെയ്യും. പഠിക്കാൻ വിട്ട് കഴിയുമ്പോൾ അവർ പോയി ഇങ്ങനെ രാത്രി തോന്നിയ പോലെ നടക്കുകയും ഈ അടിച്ചൊക്കെ നടക്കുന്നവന്മാരുടെ കൂടെ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അതിനൊക്കെ എതിർത്ത് സംസാരിക്കാൻ ആ ഒരു മീഡിയക്കാരൻ അന്ന് അത് കറക്റ്റ് ഒരു മെസ്സേജ് അത് കൊടുത്തത്. അതിൻ്റെ താഴെ വന്നിട്ട് അയാൾക്കെതിരെ പൂരത്തെറിവിളി. അപ്പോൾ ഈ പറയുന്ന ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരൊക്കെ വന്നിട്ട് ഈ പറയുന്ന വിക്കി അണ്ണം പോളിയാണ്, അണ്ണം തൈരാണ്, അണ്ണം ചക്കക്കുരുവാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ ഈ 2K കിഡ്സിലെ ഒരുപാട് നല്ല പിള്ളേരുണ്ട്. ചില ടീൻസുകൾ അവന്മാർക്കൊക്കെ സിറ്റുവേഷൻഷിപ്പിലോട്ട് പോകുന്നത്, അത് പെണ്ണാണെങ്കിലും ആണായാലും ഇവരൊക്കെ ഒരു ലൈഫിലോട്ട് മുന്നിട്ട് വരുമ്പോഴേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. നാളെ ഒരു കുട്ടികളും ആ കുട്ടികൾ ഇതുപോലൊക്കെ ഒന്ന് നടക്കുമ്പോഴേ ഇവന്മാർ പഠിക്കത്തുള്ളൂ. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വിക്കിക്ക് പല കാര്യങ്ങളും പറയാൻ ഒരു യോഗ്യതയില്ല. സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ റിയാക്ഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ വിക്കി ചെയ്യുന്ന ചില കാര്യങ്ങളോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയണമല്ലോ. ഞാൻ അദ്ദേഹത്തിനെതിരെ മോശമായിട്ടൊന്നുമില്ല, ആ ഒരു വിഷയം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ പച്ചവീടിൻ്റെ വിഷയത്തിൽ വിക്കിയുടെ ഓരോ സംസാരത്തിനും ഈ പറയുന്ന പ്രജ്ഞേഷ് മറുപടി കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന പ്രശ്നേഷനെ സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. സ്വന്തം അമ്മയും പെങ്ങളെയും ഇപ്പോൾ ഈ പെങ്ങൾ എത്ര ദ്രോഹം ചെയ്തെന്ന് പറഞ്ഞാലാണെങ്കിൽ പോലും അവൾ കണ്ടവന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മറ്റാണ് മറിച്ചതാണ് മാടയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു യോഗ്യതയില്ലാത്തവരെ ഞാൻ പറയത്തുള്ളൂ ഈ ഒരു വ്യക്തിനെ, ഈ പ്രശ്നേഷനെ. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് അവരുടെ വീഡിയോയിലോട്ട് പോകാം. എന്തായാലും ഈ പ്രശ്നേഷിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ എനിക്ക് ഈ ഒരു വീഡിയോ ആണ്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. അവൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്നെ വിട്ട് ജീവിക്കുന്നില്ല, ഇനി ഇവന്മാരെ ഞാൻ വിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഈ വിക്കിക്ക് കൊടുത്തതിൻ്റെ മറുപടി ഇനി നമുക്കൊക്കെ എന്തായാലും പേടിക്കണ്ട, നമ്മളൊന്നും വരുത്തൊന്നുമില്ല. അത്യാവശ്യം ഫേമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇവൻ റിയാക്ട് ചെയ്യത്തുള്ളൂ. അവരങ്ങനെ ഒരു ഇതുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ഒരു വീഡിയോ നമ്മളിത് ഇന്ന് കാണാൻ പോവാണ്. ഇത്രയും ദിവസം എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണന്മാരുടെയും വീഡിയോസ് കാണാനോ റിയാക്ട് ചെയ്യാനോ സമയമില്ലായിരുന്നു, അതിനുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു. ഇപ്പം എന്തായാലും കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എന്നെ മുതലാക്കിയിട്ടുള്ള അണ്ണന്മാരുടെ കണ്ടന്റിനെ ഞാനും മുതലാക്കാൻ പോവാണ്. സിമ്പിളായിട്ട് അവന്മാർ ചെയ്ത് അവന്മാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും അപ്പോൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈസയും കിട്ടും, തിരിച്ചു കൊടുക്കാനുള്ള മറുപടിയും പറയാൻ പറ്റും. അങ്ങനെ അവന്മാർ മാത്രം ആരെങ്കിലുമൊക്കെ ലൈഫിൽ കയറിയിട്ട് ഇങ്ങനെ കൊണയടിച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ. ഈ ഉപദ്രവിക്കപ്പെടുന്നവനും തിരിച്ച് മറുപടികൾ പറയാനുണ്ടാവുമല്ലോ. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. നീ ട്രിഗർ ആവരുത്, ഞാനും ട്രിഗർ ആവുന്നില്ല. പിന്നെ നമുക്ക് ദേഷ്യം വരുന്നത് നമുക്ക് മറുപടിയായിട്ട് പറയാം, അത്രേ ഉള്ളൂ കാര്യം. അല്ലാതെ നമ്മളിത് നമ്മുടെ ഉള്ളിലോട്ട് എടുക്കരുത്. കാരണം യുവമാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ആരുടെയൊക്കെ ലൈഫിൽ കയറിയിട്ട് അവന്മാർക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം പോലും കാണൂല. അവന്മാർ ജസ്റ്റ് ആൾക്കാരെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാരുടെ വ്യൂസ് എടുത്തുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം. കുറച്ച് പൈസ എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കണം. നീ ഇവിടെ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞതിന്റെ കാര്യത്തിന് ഇവിടെ മറുപടി വന്നത് അവിടെ അമ്മയുടെയൊക്കെ കാര്യം എടുത്തിട്ട് വേറെ ആരും ഒന്നുമല്ല. അമ്മ മാനാണ്, തൈരാണ്, തേനാണ്, ചക്കരയാണെന്ന് പറഞ്ഞാണെന്ന് നീ തന്നെ, ആ വ്യക്തിയായ നീ തന്നെയാണ് വന്നിട്ട് ഈ പറയുന്ന അമ്മയെ കുറ്റവും പറയാൻ ചെയ്തത്. എന്തായാലും ഈ നിയമത്തിലൊന്നും പറയുന്നില്ല, റിയാക്ഷൻസ് വീഡിയോ ചെയ്യരുതെന്ന് നമ്മുടെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ പൊണ്ണ് പച്ചവീടെ ഉള്ള കാര്യം തുറന്നു പറയാം. നീ ഈ മാതിരി വർത്തമാനം പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം തികച്ചെന്നുള്ളൊരു ഭാവം അത് അത്ര നല്ലതല്ല. നീ കുറച്ചും കൂടെ കുറഞ്ഞ് സംസാരിക്കും. വൃത്തിയാക്കി സമൂഹ ജനങ്ങളിൽ നിന്നും അപരാധങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രശ്നേഷ് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ എന്താണ് പ്രശ്നേഷിന്റെ കുടുംബത്തിൽ സംഭവിച്ചത്? എന്നെ ഇത്രയും നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. അപ്പൊ അണ്ണനെ കുറിച്ച് ഞാൻ ചോദിച്ചോട്ടെ. MDMA-യും ഏതാണ്ട് ആയുധമൊക്കെ കയ്യിൽ വെച്ചതിന് പോലീസ് അറസ്റ്റിലാക്കി കുറച്ചാൾ ഉണ്ട് എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ മറ്റവനെ കൊണ്ടടിക്കുമ്പോൾ അവനവന് എന്ത് അർഹതയുണ്ട്, അവനവൻ എന്താണ് ക്വാളിഫിക്കേഷൻ കൂടെ ഒന്ന് ആലോചിക്കണം.
അല്ലാതെ കണ്ടവനെ മാത്രം മറ്റേ കൊണാധികാരം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവന്റെ ഒരു ക്വാളിഫിക്കേഷൻ കൂടെ നോക്കിയിട്ട് മാത്രം കൊണകൾ അടിക്കുക. സത്യം പറയാലോ, ഇവന് കയ്യടി കൊടുക്കേണ്ട ഒരു കേസ് കേട്ടാ. ഈ ഒരു കാര്യം പറഞ്ഞു തരില്ല. കാരണം ഈ പറഞ്ഞ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഓരോ തോന്നിയവാസം കാണിച്ച് നടക്കുന്ന ഇവന് ഒരു യോഗ്യതയില്ല സത്യം പറഞ്ഞ ഇത് പറയാനാണ്. കാരണം അതുപോലെ ഇദ്ദേഹം കാണിച്ചു കൂടുന്നുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ താഴെ വന്ന് നോക്കിയാൽ മതി. എന്നെ വിളിക്കുന്ന തന്തയ്ക്ക് വിളിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ പറയുന്ന വ്യക്തി എന്താണെന്ന്. കാരണം ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരെല്ലാം ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് യോജിപ്പില്ല. ഉള്ള കാര്യം തുറന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാനാണ് എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവത്തിനോട്ടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരുത്തനായിട്ട് എനിക്ക് വിക്കിൻ്റെ കാര്യത്തിൽ തുറന്നു പറയാൻ പറ്റത്തുള്ളൂ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലോട്ടൊന്ന് പോകാം. പിന്നെ അതും വെച്ചിട്ട് കണ്ടന്റ് മൂഞ്ചുന്നവന്മാരെയാണ് എനിക്കിപ്പോ ഉത്തരം കൊടുക്കാനുള്ളത്. I am climbing with a broomstick in my hand in order to clean the terrace area of English. ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്കും കുറെ ആൾക്കാർക്ക് കൊള്ളുമെന്നും പുള്ളിക്കാരൻ വായും പൊളിച്ചിരിക്കും. അല്ല, പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിയാത്തില്ലെന്ന് തോന്നുന്നു. കാരണം അത് അറിയാത്ത ഭാഷ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചൊറിച്ചിലുണ്ടാവില്ല. ആ ചൊറിച്ചിലാണെന്ന് തോന്നുന്നു ഇപ്പൊ ഇവിടെ നടക്കുന്നത്. It was after I had done the water tank deep cleaning here that I found a lot of fish blocking the rainwater. അയ്യോ, ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ മാസമായിട്ട് ഏറ്റെടുക്കാൻ കുറെ മണ്ടന്മാരെന്നല്ല, ഈ വാളികളെന്ന് പറയണം. അതായത് കുറെ കൊച്ചുവാണങ്ങളുണ്ട്. ഇവന്മാരാണ് ഇവനെയൊക്കെ വലിയ ആളാക്കുന്നത്. അല്ല എന്തോ പറയാന്. അല്ലെങ്കിൽ എംഗമ്മയും കഞ്ചാവൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ ഹീറോസ്. ബാക്കിയുള്ള അധ്വാനിച്ച് ജീവിക്കുന്നവനും സ്വന്തമായിട്ട് ഗ്രീൻ ഹൗസ് എന്നൊരു പേരുണ്ടാക്കി എടുക്കുന്നവനും ഈ സമൂഹത്തിൽ ആന്റി സോഷ്യലായിട്ടാണ് പറഞ്ഞത്. ഈ കാര്യമുണ്ട് കേട്ടോ. ഈ പറയുന്ന മാസ് 5 ആൾക്കാർ മുമ്പ് വെച്ച് ഇങ്ങനെ ഞാൻ അവനെ അടിക്കും, ഞാൻ ഇവനെ അടിക്കും, അല്ലെങ്കിൽ കൂടുതൽ സാധനം വലിച്ചു കയറ്റുന്നതും 5-6 ബിയറൊക്കെ ഇടുന്ന ഒറ്റയടിക്ക് അടിച്ചു കയറ്റുന്നവന്മാരൊക്കെയാണ് വലിയത്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നവന്മാരൊക്കെയാണ് ഇവിടുത്തെ മാസ് വലിയ സംഭവം എന്ന് കരുതുന്ന ഒരു തലമുറ. ഇപ്പം നമ്മുടെ കുറേയൊക്കെ മാറാൻ ഇതുണ്ട്. നമ്മുടെ പ്രായത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയണ്ടേ കറാമ്പറപ്പുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുടി വലിയ അതൊന്നുമില്ല, അങ്ങനെ ഇടി നല്ല രീതി കൊടുക്കുമായിരുന്നു ഒരു സമയത്തൊക്കെ. പക്ഷെ ഇപ്പം എങ്ങനെയായാലും അതൊക്കെ കഴിഞ്ഞിട്ട് 7-8 വർഷമായി കാണും. ഇപ്പം എല്ലാം ഒതുങ്ങിക്കൂടി പോകുമ്പോൾ പണ്ടത്തെ കണക്കുമൊക്കെ പൊക്കിക്കൊണ്ട് ചിലവന്മാർ വരും. ഇനിയിപ്പോഴത്തെ 2Kയിലെ കുറേ പഴയ ടീംസൊക്കെ പറഞ്ഞ് എരിവേറ്റി കൊടുക്കത്തില്ലേ, അങ്ങനെ കുറേ വാളി പിള്ളേരൊക്കെ വരുന്നത് കേൾക്കാം. നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യാറില്ല. നമ്മളിപ്പോൾ നമ്മുടെ കാര്യം നോക്കി ഇങ്ങനെ പോവാണ്. പിന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ കാണുവാനൊന്നും പറയുന്നില്ല, ബാക്കി വെക്കാം. What's the best time for a beach cleanup? Both morning and evening time are the best. Yeah, totally. നട്ടുച്ചയ്ക്ക് വന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്രാവ് വന്ന് പതുക്കടിക്കൂ. നല്ല വളിച്ച കോമഡി. എടാ, നീയൊക്കെ പോയിട്ട് ബീച്ച് ക്ലീനപ്പിന് പോകുമ്പോൾ നിന്റെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ അടിക്കുന്നു എന്നുള്ളത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ക്ലീനപ്പിന് ബെസ്റ്റ് ആയിട്ടുള്ള ടൈമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ് നിന്റെ തന്തയൊന്നും കൊണ്ട് തരാൻ പോണില്ല. നല്ല രീതിയിൽ കണ്ണ് നമുക്ക് പൊള്ളും. അതായത് നമ്മൾ ഈ ക്ലീനപ്പിന് ഇറങ്ങുമ്പോൾ സിറിഞ്ചോ മെഡിക്കൽ വേസ്റ്റോ ഒക്കെ നമുക്ക് സ്പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് നല്ലോണം ഇങ്ങനെ ചുറ്റും നോക്കണം. അല്ലാതെ ഈ രാത്രി ഉപയോഗിച്ചിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ ആൾക്കാരെ കാര്യം കുത്താൻ വേണ്ടി ഒളിപ്പിച്ച് വെക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉച്ചയൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ അല്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് ആരെങ്കിലും കൊണ്ടിടുന്നതാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നമുക്ക് കുറെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരം സമയങ്ങളാണ്. കാരണം ആ സമയത്താണ് സൂര്യപ്രകാശം കുറച്ചുകൂടെ ഒതുങ്ങി നിൽക്കുന്നത്. കണ്ണ് ശരിക്കും അങ്ങ് എക്സ്പോഷറും ഉണ്ട്, സൂര്യന്റെ എക്സ്പോഷറും ഉണ്ട്. കഴിഞ്ഞു പോകാത്ത ടൈം അതാണ്. വീട്ടിലിരിക്കുന്ന തന്തയൊന്നും വിളിക്കാതെ വീഡിയോ ചെയ്യാൻ വരുവാണെങ്കിൽ വീഡിയോ ചെയ്തിട്ട് പോകണം. വീട്ടിലിരിക്കുന്ന തന്തയെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അണ്ണൻ്റെ ബാക്കി കൊണയടിയും കൂടെ കേൾക്കാം. എക്സാക്ട്ലി, അത് തന്തയിലാഴിയാണ്. അതായത് മറ്റുള്ളവന്റെ ലൈഫിലെ ഒരു പ്രശ്നത്തിന് സ്വന്തം കണ്ടതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഊമ്പുന്നത് തന്തയിലാഴിയാണ്. അതൊന്നും മനസ്സിലാക്കുക. എന്തോ ആയിക്കോട്ടെ, സ്വന്തം പെങ്ങളെ പറ്റി അത് കണ്ടന്റ് ആണെങ്കിലും അത് റിയൽ ആയിട്ടാണെങ്കിലും ഇതൊക്കെ ഇവിടെ വന്ന് ഞങ്ങളോട് പറയേണ്ട കാര്യം എന്തോടാ മൈരേ? എന്നെ ഇപ്പം മൈരേന്ന് വിളിച്ചല്ലോ. ഈ മൈരനോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വലിയ വലിയ കൊണയടിക്കുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിനും സ്ത്രീകളുടെ സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ കൊണയടിക്കുന്ന ഈ മൈരന്മാരാണ് ഓരോ സ്ത്രീകളെ അവർക്ക് ഗർഭം വരുമ്പോഴത്തേക്ക് അവർ വീഡിയോ ചെയ്യുമ്പോൾ അവരെ തെറി പറയുകയും ഡിഫെയിം ചെയ്യുകയും ചെയ്തിട്ട് ലാസ്റ്റ് പരസ്യമായിട്ട് സോറി പറഞ്ഞ് ആ കേസിൽ നിന്നൊക്കെ ഒഴിവായിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമാ നടിമാരെ അല്ലെങ്കിൽ കുറച്ച് ഫെയിമിൽ നിൽക്കുന്നവരെയൊക്കെ സെക്ഷലൈസ് ചെയ്തിട്ട് ഈ കൊണയടിച്ചിട്ട്, സ്ത്രീകൾ ഉൾപ്പെടെ കേട്ടോ, ഈ കൊണയടിച്ചിട്ട് നൈസായിട്ട് അതിൽ നിന്നൊക്കെ ഊരിപ്പോരുന്നത് ഇവന്മാരാണ്. എന്നിട്ടാണ് ഇവന്മാര് എന്റെ ലൈഫിൽ എനിക്ക് എന്റെ ഫാമിലിയുടെ അകത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി, അതിനകത്ത് എന്റെ സൈഡിൽ നിന്ന് തെറ്റുപറ്റി, വീട്ടുകാരുടെ സൈഡിൽ നിന്നും കുറച്ച്
കാര്യങ്ങളെ പറ്റി, തെറ്റെന്ന് ഞാൻ പറയില്ല, അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറ്റി. അപ്പൊ അതിനകത്ത് വന്നിട്ട് ഇവർ എന്തൊക്കെ ഈ തെറി പറയുമ്പോഴത്തേക്കും ഇവനീ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ആദ്യം ബേസിക് ആയിട്ട് രോഹിത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഡാനി ഡേയ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലെ അവിടുത്തെ ലേഡി ഒന്ന് പ്രഗ്നന്റ് ആയ സമയത്ത് അതിന്റെ പ്രഗ്നൻസി റിലീവ് എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് 1.something അങ്ങോട്ട് വ്യൂ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വിക്കിതെക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു. അത് ഭയങ്കര വിഷയമാണ്. ആ സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അവർ വീഡിയോ ഇട്ടു, അവർ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവസാനം വിക്കി വീഡിയോ വരെ ഡിലീറ്റ് ചെയ്തു, മാപ്പൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഈ പറയുന്ന അണ്ണൻ ചൂണ്ടിയെടുത്തത്. എന്നിട്ട് വിക്കിക്കിട്ട് മറുപടി കൊടുക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, വിക്കിയുടെ പല രീതികളും വിക്കിക്ക് ഈ സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല സത്യം പറഞ്ഞത്. കാരണം വിക്കി കാണിച്ചു കൂട്ടുന്ന രീതി അതുപോലെയാണ്. നിങ്ങൾ ഓക്കെ, നിങ്ങളൊന്ന് നോർമലായിട്ട് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൂടെ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ബീജം ഇട്ടിട്ട് അണ്ണ ഉണ്ണ ഉണ്ണ കിണ്ണ 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 എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ അത്യാവശ്യം പച്ചവർ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു.